അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു നിലപാടില്ലാത്ത ആളായി മാറുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്ത് ചെന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയും. ഇന്നിപ്പോൾ ഇന്ത്യയായിട്ട് വളരെ അടുപ്പം, ഇന്ത്യ നമ്മുടെ ഒരു ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഇന്നിപ്പോൾ ഖത്തറിൽ ചെന്നിട്ട് പറയുന്നത് ഇവിടെ ഇപ്പം മുകേഷ് അംബാനീനെ അവിടെ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു വ്യവസായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആപ്പിൾ കമ്പനി ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് എനിക്കത്ര താല്പര്യമില്ല എന്ന് ആപ്പിൾ കമ്പനിയുടെ സിഇഒയോട് കണ്ടിട്ട് പറയണം. ആപ്പിൾ കമ്പനി അമേരിക്കയിലെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ അവരോട് കഴിയില്ല. കാരണം അവിടുത്തെ ചെലവ് അതിഭയങ്കരമാണ്. അവിടെ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട വേതനം ഇന്ത്യയിലും അല്ലെങ്കിൽ ചൈനയിലേക്കൊക്കെ ഒരുപാട് ഇരട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ കമ്പനിക്ക് ലാഭകരമായി സാധനം വെക്കാൻ കഴിയില്ല. അവിടുത്തെ ചിലവുകൾ കൂടുതലാണ്. ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ചിലവുകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലേക്കും ചൈനയിലേക്കും ആരും പറയുന്നത്. ചൈന ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി അവിടുന്ന് കയറ്റിക്കുമ്പോൾ അമേരിക്കയിലേക്ക് കയറ്റിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഭയങ്കരമായിട്ട് നികുതി വർദ്ധിപ്പിച്ചു അമേരിക്ക. ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഒരു വലിയ നികുതിയാണ്. അപ്പോൾ അമേരിക്കയിലേക്ക് അവർ കയറ്റിക്കാൻ പറ്റില്ല. വേറെ ഇന്ത്യയിലേക്ക് വരാൻ പോകുമ്പോൾ ഫ്രണ്ടായ ഇന്ത്യ നന്നാവാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. അവിടെ എന്താ നിങ്ങൾ അവിടെ ഇവിടെ ചെയ്യൂ എന്നൊക്കെ പറയണം. അതുപോലെ ഇന്ത്യയോട് പറയണം, നിങ്ങൾക്ക് അമേരിക്കയുടെ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ ഇന്ത്യക്കാർക്ക് എന്ത് മടിയാണ്? നമ്മൾ നിർബന്ധിച്ചും മേടിപ്പിക്കാൻ പറ്റുമോ? ഇവിടെ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ മേടിക്കാൻ ആളുകളുടെ കയ്യിൽ പൈസ വേണ്ടേ? അല്ലാണ്ട് അമേരിക്കയുടെ സാധനങ്ങളൊന്നും വേണ്ടെന്നൊന്നും ഇന്ത്യക്കാർ പറയാറില്ല. ഇന്ത്യക്ക് വലിയ ആളുകൾ ജനങ്ങൾക്ക് വേണ്ടത് വില കുറച്ചതും ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അവർ അന്വേഷിക്കുന്നത്. അമേരിക്കയുടെ സാധനം അല്ലെങ്കിൽ ജപ്പാൻ്റെ സാധനം അല്ലെങ്കിൽ ചൈനയുടെ സാധനം എന്നുള്ള ഒരു വേർതിരിവ് ഇന്ത്യക്കാർക്കില്ല. ഇന്ത്യക്കാരെ ഏത് സാധനവും വാങ്ങിക്കും. പക്ഷെ അവർക്ക് ഉപയോഗിക്കാൻ തക്ക രീതിയിൽ അത് വില കുറഞ്ഞതായിരിക്കണം, അല്ലെങ്കിൽ നല്ല ഉൽപ്പന്നങ്ങളായിരിക്കണം. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ഇവിടെ കാറുകൾ ടൊയോട്ട ജപ്പാൻ്റെ ഒരു കമ്പനിയല്ലേ, അത് എന്താ ഇവിടെ കൂടുതൽ വിറ്റഴിയുന്നത്? കാരണം വെച്ചാൽ അതിൻ്റെ സർവീസിങ് നല്ലതാണ്, അതിന് ക്വാളിറ്റി ഉണ്ട്. ടൊയോട്ടയുടെ എൻജിന് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇന്ത്യ പാകിസ്ഥാനുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ യുദ്ധോപകരണങ്ങൾ നമുക്ക് ഉപകാരപ്പെട്ടില്ല. അത് നമ്മുടെ കുറ്റമല്ല, അവരുടെ കുറ്റമല്ലേ. അവിടെ ഫ്രാൻസിൻ്റെയും റഷ്യയുടെ സാധനങ്ങൾക്ക് മികവുണ്ടായി. അതും ഈ പ്രസിഡന്റ് ഇഷ്ടപ്പെട്ടില്ല.